5 ലക്ഷം വാങ്ങി നക്കി വെച്ചിരിക്കുന്ന ഇരിപ്പാണ്. എങ്ങനെയുണ്ട്? 5 ലക്ഷം നക്കി തിന്നിട്ടിരിക്കുന്നുണ്ടോ? ഡീസൻ്റ് അത്ര. കള്ളൻ തട്ടിപ്പുകാരൻ. തട്ടിപ്പ് തക്കാളി. കാണ്ടാമൃഗം തോറ്റു പോവില്ലടാ എൻ്റെ മുന്നിൽ. കാണ്ടാമൃഗം തോറ്റു അമ്മാതിരി തൊലികെട്ടിയ. നിങ്ങൾ എഴുന്നേറ്റില്ല മനുഷ്യ, എഴുന്നേറ്റില്ല. ആ മതി അള്ളലിയാക്കത്ത്. ഇടക്കൊണ അടിക്കാനും മുഴക്കണക്ക് 2 എണ്ണം കയറി ഇരിപ്പുണ്ട് കാട്ടുകള്ളന്മാർ. ആത്മാർത്ഥമായി നവോത്ഥാനം കൊണ്ടുവരുന്ന നവോത്ഥാന നായകന്മാർ. എന്താണ് നവോത്ഥാനം എന്ന് വെച്ചാൽ നാട്ടുകാരെ പണം മോട്ടിക്കുക, കക്ക. അതാണ് നവോത്ഥാനം. ബെസ്റ്റ് നവോത്ഥാനം. ഇസ്ലാം കൊള്ളൂല, ഖുറാൻ കൊള്ളൂല, ഇസ്ലാമിയര് കൊള്ളൂല, ഇസ്ലാമിയരെ പണം കൊള്ളാം. നവോത്ഥാനം. നവോത്ഥാന കൊണ കേൾക്കേണ്ട ഒരു കേട്ടോളി. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ. ഇപ്പം തിരിച്ചു വെച്ചിരിക്കുന്ന നമ്മളെപ്പോഴും കാണാമല്ല. കള്ളന്മാരെ കാണുക ബുദ്ധിമുട്ടല്ലേ, അവിടെ തിരിച്ചു പിടിച്ച് വെച്ചിരിക്കുക. ആളുമുണ്ട്, നവോത്ഥാന കൊണയേക്കാൻ വന്ന ആൾക്കാരാ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളെ കാണണ്ടേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ കൊണ്ടാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത മനുഷ്യനാണ്. ടൗൺ ഹാള് കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ ടൗൺ ഹാള്. 2 കോർപ്പറേഷൻ കക്കൂസ് അവിടെ ഇരുന്നുകൊണ്ട് വർത്താനം പറയുന്നുണ്ട്. 2 കക്കൂസുകൾ. അപരാധം പ്രതിരോധമല്ലെന്ന് അച്ഛൻ്റെ അപ്പൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനും മാഷും ഒരുമിച്ച് സ്റ്റേജിലിരിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന വിഷയത്തിൽ ഒരു സംശയമുണ്ട്. 5 ലക്ഷം രൂപ കിട്ടിയാൽ തുടങ്ങുമോ? പക്ഷെ പുതിയ സാഹചര്യത്തിൽ ആ സംശയത്തിന് അതിപ്പോ ഒരു കള്ളന്റെ കൂടെ ചേർന്നാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും കുറച്ച് വെള്ളം കുടിച്ച് പരിപാടി തുടങ്ങി. അത് കുറെ കുടിച്ചിട്ടുണ്ടല്ലോ, കുറെ കുടിക്കേണ്ടി വരുവേ. പൈസ ഊമ്പിക്കുന്നവന്മാർ അങ്ങനെയാ, വെള്ളം കുടിക്കേണ്ടി വരും. തുടയ്ക്കോ? നവോത്ഥാനമല്ലേ, നവോത്ഥാനിക്കട്ടെ. ഹലോ, യു സൈലന്റ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇങ്ങോട്ട് കയറണ്ട, അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് തള്ളണ്ട. ഒരഭ്യർത്ഥനയുണ്ട്. ഈ പരിപാടി വീക്ഷിക്കാൻ വന്ന ആളുകളോടാണ് പറയാനുള്ളത്. ഈ പരിപാടിയിൽ വരുമെന്നും അതിൽ
ആക്രമിക്കപ്പെട്ടേക്കാം എന്നും മുൻകൂറായി പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ചില ആളുകളുണ്ട്. അതുകൊണ്ട് പ്രകോപനത്തിനുള്ള പല ശ്രമങ്ങളും ഉണ്ടാവും. ഒരു തരത്തിലും അയ്യോ, എല്ലാവരും ഇരിക്കും, ശാന്തരാകൂ, എല്ലാവരും ശാന്തരാകൂ. എടക്കൊണ കേട്ടുള്ളൂ, ശാന്തരാകൂ. ആരാധകരെ ശാന്തരാകൂ. 5 ലക്ഷം രൂപ കള്ളൻ ശാന്ത പറയുന്നു. ശാന്തരാകൂ ആരാധകരെ. നല്ലോണം എടുത്തോ, നല്ല ഫോട്ടോ എടുത്തു, നല്ല ഫോട്ടോ. ഏത് ബസ്സാണ്? അവരുമായിട്ട് വാക്കുതർക്കത്തിന് പോലും മുതിരരുത് എന്ന് ആദ്യമേ പറയും. എല്ലാരും ഇരിക്കും. ആരാധകരെ ശാന്തരാകുവേ. ശാന്തത കൈവെടിയല്ലേ. നവോത്ഥാനം. അതെന്നടാ, നിന്റെ കയ്യിലെ മൈക്കും എന്റെ കയ്യിലെ വോയിസും അത് തന്നെയാണ് ഇസ്ലാം. അത് തന്നെയാണ് ഇസ്ലാം. അത് തന്നെയാണ് ഇസ്ലാം. അത് തന്നെയാണ് ഇസ്ലാം. ഇതാണ് യുക്തിവാദം. 5 ലക്ഷം രൂപ കുടുങ്ങിയതാണ് യുക്തിവാദം. 5 ലക്ഷം രൂപ തിന്നതാണ് യുക്തിവാദം. ഇതാണ് യുക്തിവാദം. ഇതിനെയാണ് യുക്തിവാദം എന്ന് പറയുക. ഇതാണ് യുക്തിവാദം. അതാണ് യുക്തിവാദം. ആരാധകരെ ശാന്തരാകുവിൻ. കള്ളൻ തട്ടിപ്പുകാരൻ സംസാരിക്കട്ടെ. മാഡം, ഞാൻ കൂളായിട്ടൊന്നും ഇരിക്കും. ഒരു കുഴപ്പമില്ല. ഒരു പ്രശ്നമില്ല. നിങ്ങളെ കാണുമ്പോ നിങ്ങളെ കണ്ണു പൊത്തി പിടിച്ചാ ഇല്ലല്ലോ. നിങ്ങളെ കണ്ണു പൊത്തി പിടിച്ചാ കണ്ടോളൂ. ഗുണ്ടായിസം കണ്ടോളൂ. യുക്തിവാദികളുടെ ഗുണ്ടായിസം കണ്ടോളൂ. ഇവരാണ് പറയുന്നത് ഭ്രാന്തത്തിന്റെ വന്തയ്ക്ക്. പോടാ. ആരാടാ ഭ്രാന്ത്? എന്റെ മകനാ, എന്റെ മോന് ഞാൻ മാത്രം വന്നേ. യുക്തിവാദികളുടെ ഗുണ്ടായിസം കണ്ടോളി. മതവാദികളാ പ്രശ്നത്രേ. യുക്തിവാദി എന്താ മേഡം, അറസ്റ്റാണോ? അറസ്റ്റ് ചെയ്താ വരാം. എന്തൊരു സംസാരിക്കാൻ മേഡം. എനിക്കിവിടെ ഇരുന്നാൽ അവിടെ ഇരുന്നാൽ മതി. നിസ്സഹാരാണെന്ന് എനിക്കറിയാം. പ്രസിഡന്റ് ആകാൻ വന്നതല്ല. ഈ മനുഷ്യന്റെ 5 ലക്ഷം രൂപ കട്ടവനാ. 5 ലക്ഷം രൂപ കട്ടെടുത്തതാണ്. നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പൈസ വാങ്ങിയിട്ട് പോക്കൃത്തിനല്ലേ ഇപ്പൊ പറയുന്നത്. ഞങ്ങൾ ഗുണ്ടയും കൊണ്ട് വരുമെന്നാ സാറേ പറയുന്നത്. അത് നടന്നോട്ടെ, വേണ്ടാന്ന് ഇവിടെ ആരും പറയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വരുമെന്നാ ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഗുണ്ടായിസം കണ്ടില്ലേ? അപ്പൊ സാറ് വന്ന് നിന്നില്ലെങ്കിൽ എന്തായിരിക്കും എനിക്ക് സംഭവിക്കാം? അപരാധമാണ് പ്രതിരോധം. ഈ കാണിക്കുന്ന അപരാധമാണ് പ്രതിരോധം. അതാണ്. 5 ലക്ഷം രൂപ നക്കിയവനെ നാറി. നാണണ്ടടാ, നാണണ്ട. ഭയങ്കര പാണ്ഡിത്യവാ. കക്കൂസ് കുഴിന്ന് വിളിക്കുന്നതാ പാണ്ഡിത്യം. ഇവിടെ പോടാതായി. അതിന്റെ ജോലിയൊക്കെ പോടോ. പോടാർന്ന് അതിന്റെ ജോലിയൊക്കെ പോടോ. എനിക്ക് അങ്ങ് ഫ്രണ്ടിൽ വരുന്നത് കേട്ടൂടെ? ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. പോ. അത് ഞാൻ സാർ ഇവിടെ വരാം. ഞാൻ എന്റെ പണി കഴിഞ്ഞു. അത്ര എന്നാ പിടിക്കൂ. ഞാനൊന്ന് എഴുന്നേക്കാം. മോനെ, ഇതൊന്ന് പിടിച്ചേ. സംശയം ഉന്നയിച്ച ആളുകൾക്ക് വേണ്ടി ഞാൻ അടുത്തൊരു സ്ലൈഡ് കാണിക്കുകയാണ്. ആ സ്ലൈഡ് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് കാണണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദയവേത് ശ്രദ്ധിക്കണം. 632 അതിന് മുമ്പുള്ള
വർഷങ്ങളിൽ ഈ 632 എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായിരുന്ന മുഹമ്മദ് മരണപ്പെടുന്ന വർഷമാണ്. കൊല ചെയ്യപ്പെട്ട നിരവധി ആളുകളുടെ 2 പ്രതിനിധികളുടെ മൂന്നാമത്തെ പേര് എന്ന് പറയുന്നത് വിശ്വാസികൾ എന്തായാലും അത് കേൾക്കാൻ കുറെ കൊണയന്മാരും അവന്റെയൊക്കെ യുക്തിവാദം ഇത്രയേ ഉള്ളൂ. നീയൊക്കെ 2 മുസ്ലിങ്ങൾ വന്നപ്പോ തീർന്ന് കൊണ. താങ്ക് യു. ഞങ്ങള് പോവുക. അറസ്റ്റ് ഉണ്ടോ? താങ്ക് യു. നീയൊക്കെ ഇവിടെ നിന്റെയൊക്കെ തന്തയുടെ വകയാണോടാ? ഓടാ കൊണ അടിക്കാതെ ആളും ആരിപ്പോയി. തൂക്കിയ വർത്താനം